കൂട്ടത്തിൽ ഈ ടീച്ചറെ പോലുള്ളവർ വാദിക്കുന്നത് ശരിയാണ്. ഇതൊരു ഹിന്ദു സൃഷ്ടി തന്നെയാണ്, ഹൈന്ദവ സൃഷ്ടി തന്നെയാണ്. കാരണം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ കേരളത്തിൽ വരുന്നതിൻ്റെ എത്രയോ ആയിരക്കണക്കിന് മുമ്പ് തുടങ്ങിയ ഒരു ആഘോഷമാണ് ഈ ഓണാഘോഷം. പക്ഷെ അത് എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി, എപ്പോൾ ഉണ്ടാക്കി എന്നൊന്നും ആർക്കും പറയാനാവില്ല. അതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും ഇപ്പം നമുക്ക് വിശ്വസനീയമൊന്നുമല്ല. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സമൃദ്ധിയുടെ ആഘോഷമായിട്ടേ കാണുന്നുള്ളൂ. ഈ കർക്കിടക മാസത്തിൽ ആ ദാരിദ്ര്യമൊക്കെ കഴിഞ്ഞ് ചിങ്ങത്തിലെ കൊയ്ത്തും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് പ്രവേശിച്ച് ഒന്ന് ആഘോഷിക്കുന്ന ആ ഒരു സമൃദ്ധിയുടെ ഒരു ആഘോഷമായിട്ട് നമ്മളിങ്ങനെ കാണണ്ടായിട്ടോ. അതിനൊരു മതപരമായ ചടങ്ങിലൊന്നും കാണേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും നമുക്കറിയില്ല, എങ്ങനെ ഈ ഓണം ഉണ്ടായതെന്നൊന്നും ഒരാൾക്കും അറിയില്ല. അപ്പോൾ മഹാബലിയും വാമനനൊന്നും ഇതിലൊരു കഥാപാത്രമേ അല്ല ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ. കാരണം ഈ മഹാബലിയുടെയും വാമനൻ്റെയൊക്കെ നാട് എന്ന് വെച്ചാൽ അങ്ങ് നർമ്മദാ നദീ തീരവും അവിടെ ആ ഭാഗങ്ങളിലൊക്കെയാണ് ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേരളം ഉണ്ടായിട്ടില്ല ഐതിഹ്യപ്രകാരം. കാരണം വാമനൻ്റെ അവതാരത്തിന് ശേഷമാണ് ഈ പരശുരാമൻ അവതാരം എടുത്ത് പിന്നെ കേരളം മഴുവെറിഞ്ഞുണ്ടാക്കുന്നത് പരശുരാമനാണ്. പക്ഷെ പരശുരാമൻ്റെ മുമ്പുള്ള അവതാരമാണ് ഈ വാമനാവതാരം. ആ കാലത്താണ് ഈ മഹാബലിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിന് മുമ്പേ ഉണ്ട് ഈ മഹാബലിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളൊക്കെ. പക്ഷെ അതും ഓണം തമ്മിൽ ബന്ധമൊന്നുമില്ല. കാരണം ഓണം കേരളീയൻ്റെ മാത്രം ആഘോഷമാണ്. അപ്പോൾ പിന്നെ ഓണത്തിനെ അതിൽ കൂട്ടി യോജിപ്പിക്കുന്നതിൽ എന്താ അതിൻ്റെ യുക്തി എന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക്